തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 57ആയി. 153 പേർ ചികിത്സയിലുണ്ട്. കേസിൽ ഇതുവരെ 10 പേർ അറസ്റ്റിലായി. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്നും വിശദാംശങ്ങളുമായി. മനേഷ്, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്നിപ്പോൾ വൈകിട്ടാണ് ഒരു മരണം കൂടി സ്ഥിരീകരിച്ചത്. സേലം സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ചാമുണ്ടി എന്ന് പറയുന്ന 70 വയസ്സുകാരനാണ് മരിച്ചത്. അങ്ങനെ മരണസംഖ്യ ഇപ്പോൾ 57ആയി ഉയർന്നിരിക്കുന്നു. ഇന്നിപ്പോൾ രണ്ട് മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. നേരത്തെ ഇന്നിപ്പോൾ രാവിലെ ഒരാൾ കൂടി മരിച്ചിരുന്നു. അങ്ങനെ 57 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. 154 പേരാണ് നിലവിൽ വിവിധ 4 ആശുപത്രികളിലായി ചികിത്സയിലുള്ളത്. എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും മരണം ഉയരുന്നു എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, മറ്റൊരു ആശ്വാസ വാർത്ത എന്ന് പറയുന്നത് പുതുച്ചേരി ജിപ്മർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 5 പേര് ഇന്നിപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട്. എല്ലാവരും തന്നെ കരുണാപുരം സ്വദേശികളാണ്. കരുണാപുരത്ത് ആ കോളനിയിലുള്ള ആളുകളാണ്. അവർ 5 പേരും ഇപ്പോൾ സുഖം പ്രാപിച്ച് എന്തായാലും കോളനിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നൊരു ആശ്വാസകരമായ ഒരു വാർത്തയുമുണ്ട്. പക്ഷേ മരണം കൂടുന്നുണ്ട്. ഏകദേശം 20ഓളം ആളുകൾ ഇപ്പോഴും ICUവിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതുതന്നെയാണ്. കേസിൽ ഇതുവരെ 10 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ 2 അറസ്റ്റുകൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും ഒരു പറയുന്നത് സംസ്ഥാന വ്യാപകമായി തന്നെ ഒരു പക്ഷേ മെത്തനോൾ വിതരണം ചെയ്യുന്ന ഒരാളാണ് ചെന്നൈയിൽ MGR കോളനിയിൽ കൂടിയിട്ടുള്ളത്. അത് അയാളുടെ പേര് ശിവകുമാർ എന്നാണ്. ഇയാൾ വിവിധ ഇടങ്ങളിൽ നിന്നും മെത്തനോൾ ശേഖരിച്ച് വിവിധ ഇടങ്ങളിലേക്ക് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് എന്നുള്ളത്. മനീഷ, ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണം 57ആയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ മനേഷ് മൂർത്തി നൽകുന്നത്.